രാവിലെ ഉറങ്ങുന്ന എന്നോട് പറഞ്ഞ് വാ മീൻ വാങ്ങണ്ട കോഴി വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഞണ്ട് പിടിച്ചതാന്ന് പറഞ്ഞിട്ട് അവസാനം എത്തിയത് ഇതാ അറഫ. ഇതാ കാണിച്ചു കൊടുക്കുക, അറഫ കോഴിപ്പിടിയൽ. അത് ഇന്നലെ 150, ഇന്ന് 160. അങ്ങനെ 140, ഇന്ന് 160 അറഫയിൽ. എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിച്ച പൈസ ഉണ്ടെങ്കിൽ 3 കിലോ ബീഫ് വാങ്ങിയിരുന്നു, അതും പോയി. രാവിലത്തെ നമ്മൾ മിനി ഗോവയിൽ ഞണ്ടിനെ പിടിക്കാൻ വന്നതാണ് കേട്ടോ. രാകേഷ് ഏട്ടനും ഭാര്യയും മോളും ഉണ്ടേ നമ്മളോടി. കോട്ടക്കൽ ബീച്ചിലെത്തിരാൻ ജയേഷേട്ടനെന്ന് കോഴിപ്പിടിയൊക്കെ ഇരുന്നേ. ആടെ മുതൽ പിന്നെ ഞാൻ ഇവരെ കാറിലാട്ടോ പുഴയോരം വരെ വന്നേ. രാകേഷ് ഏട്ടനെ നമുക്ക് ആദ്യം അറിയാമെങ്കിലും ഭാര്യനെ മോളെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇന്ന് പരിചയപ്പെടുന്നേ. ഞാനിങ്ങനെ കാറിലിരുന്ന് ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ മോള് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. ഏച്ചിയാണ് എല്ലാ മറുപടിയും പറയുന്നേ. പിന്നെയല്ലേ എനിക്ക് സംഭവം മനസ്സിലായേ. മോക്ക് ഇംഗ്ലീഷ് പോലും നല്ലോണം അറിയുന്നേ, മലയാളം ഇച്ചിരിയാ പോലും അറിഞ്ഞോളൂ. പക്ഷെ അമ്മക്ക് നേരെ തല തിരിച്ചല്ലേ. മലയാളം നല്ലോണം അറിയാം, ഇംഗ്ലീഷ് ഇച്ചിരിയും അറിയാം. പിന്നെ അധികം വർത്തമാനത്തിൽ നിന്നില്ല കേട്ടോ, ചിരിയിൽ മാത്രം ഒതുക്കി. കുറേ ഞണ്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയോടൊക്കെ വന്നിട്ട് അവസാനം ഒന്നും കിട്ടാണ്ട് മടങ്ങുക കേട്ടോ. നമ്മൾ ഒന്നും കിട്ടിയിട്ടില്ലേ, ഇന്ന് തീരെ കുറവായിരുന്നു. അങ്ങനെ ഞണ്ടൊന്നും കിട്ടാണ്ട് കേട്ടോ നമ്മൾ ബഹ്റിൻ ഷെയ്ക്കും ഭാര്യയും മോളും നമ്മളൊക്കെ മടങ്ങുകയാണ്. ഇനി വൈകുന്നേരം നോക്കണം. കേട്ടിക്കില്ലേ, ചിലവൾക്ക് ശരിയാവും ചിലവൾക്ക് ശരിയാവില്ല. അതുപോലെ ചിലപ്പം ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല. ഇന്ന് ശരിയാക്കില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ രാകേഷ് ഏട്ടനും ഫാമിലിയും ചിക്കനും വാങ്ങി അങ്ങ് വീട്ടിലേക്ക് പോയിട്ടോ.